കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒരു കാലയളവിൽ മാത്രമല്ല, നമ്മുടെ മക്കളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കോട്ടേജിലൂടെ നടക്കുന്നത്. യെസ്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു വയസ്സ് തന്നിട്ടുണ്ട്. എത്ര അറിയാം ദേവ? എത്ര വയസ്സാണ് ഇപ്പോൾ മരണപ്പെടുന്നത്? ഒരു ശരാശരി മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള ആവറേജ് ഏജ് ഇത് 1920 24 ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ്. 35 ഏജ് ചെയ്തത് ഇവിടെ ശരാശരി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. കാരണം പണ്ട് ശിശു മരണനിരക്ക് കൂടുതലായിരുന്നു, അല്ലേ? കാരണം 100 കുട്ടികൾ ജനിക്കുമ്പോൾ 60 കുട്ടികളും മരണപ്പെടുകയുമായിരുന്നു. കാരണം എന്താണെന്നറിയാം? കുട്ടികൾ പണ്ട് മരിക്കാനുള്ള കാരണം എന്താ? അന്ന് ഹോസ്പിറ്റലില്ല, അല്ലേ? ഞാൻ ജനിച്ചത് വീട്ടില. ഒരു വയറ്റാട്ടി ഒന്ന് പ്രസവം എടുത്ത കാരണം വയറ്റാട്ടിയുടെ മൂട് നന്നായ കാരണം ഞാൻ ഇവിടെ ഉണ്ട്. വയനാട്ടിൽ കെട്ടിയോനായിട്ട് തല്ലിച്ച് വന്നിരുന്നെങ്കിലോ ഇന്നില്ല ഇവിടെ, അല്ലേ? പക്ഷേ ഇന്നാണെങ്കിലോ ഇന്ന് ആ ഡെത്ത് റേറ്റ് 1% കുറഞ്ഞു. കാരണം ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നപ്പോൾ ശിശു മരണ നിരക്ക് ഇല്ലാതെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 ഇത് വന്നപ്പോൾ ഹോസ്പിറ്റലുകളുടെ വലിയ ഹോസ്പിറ്റൽ വന്നപ്പോൾ ഇത് 86 വയസ്സിലേക്ക് എത്തി ഒരു ശരാശരി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. ഇത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2030 കൂടി ഒരു ശരാശരി മനുഷ്യൻ 95 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതാണ്. എങ്കിൽ ഈ ഹോളിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സന്തോഷിക്കാം. കാരണം എന്താ? നിങ്ങൾ എല്ലാവരും 2030 വരെ മരിച്ചില്ലെങ്കിൽ എത്ര വയസ്സ് വരെ ജീവിക്കും? 95 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. ആർ യു ഹാപ്പി? 95 വയസ്സ് വരെ ജീവിച്ചിരിക്കാന്ന് പറയുമ്പോൾ ഹാപ്പിയാണോ? പക്ഷേ അവിടെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. പറയട്ടെ. അതായത് നമ്മൾ ജനിച്ചിട്ട് 25 വയസ്സ് വരെ നമ്മൾ ആരും നോക്കി വളർത്തി? ആര്? പേരൻസ്, അല്ലേ? 25 വയസ്സിൽ നിന്ന് 60 വയസ്സ് വരെ ആര് നോക്കും? ആരോഗ്യമുള്ള ആണുങ്ങളാണെങ്കിൽ ജോലി എടുക്കും, പെണ്ണുങ്ങൾക്ക് അല്ലെ വരുമാനമില്ലെങ്കിൽ ഹസ്ബൻഡുമാരെ നോക്കി, അല്ലേ? അങ്ങനെ 35 കൊല്ലം ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ഈ 60 വയസ്സിൽ നിന്ന് 95 വയസ്സ് വരെയുള്ള 35 കൊല്ലം കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ആരും മുണ്ടാട്ടം മുട്ടിപ്പോയ അതായത് കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൃദ്ധസാധനം ഉണ്ടാവുമോ? ഇങ്ങനെ പറയുന്നത് മക്കളെ കണ്ടും മാപ്പു കണ്ടും കൊതിക്കരുന്ന് ആര് പറഞ്ഞു? ഏതോ മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ പറഞ്ഞിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ആരാ? വൈഫും അല്ലെങ്കിൽ ഹസ്ബൻഡും ആണ്, അല്ലേ? നിങ്ങൾ മിക്ക ലേഡീസിന്റെ കാര്യം ആലോചിക്കേണ്ട. അതായത് കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നോക്കി വളർത്തി. അങ്ങനെ ഒരു ദിവസം എത്രാമത്തെ പ്രാവശ്യം പെണ്ണുണ്ടോ? എത്ര പ്രാവശ്യം പെണ്ണുണ്ട്? പെണ്ണ് കാണാൻ വന്നല്ലോ. എത്രാമത്തെ? രണ്ടാമത്തെ. ആദ്യത്തെ ആൾക്ക് ഇഷ്ടായില്ല. അങ്ങനെ രണ്ടാമത്തത് ഇത്താക്ക് ഇഷ്ടായി. കല്യാണം നടന്നു. അങ്ങനെ കല്യാണം നടന്ന് മോളെ അത്രയ്ക്ക് നോക്കി വളർത്തി അച്ഛൻ വാപ്പ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആദ്യ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ വാപ്പ പറയാം, മോളെ ഒന്ന് ഇന്ന സ്ഥലത്ത് പോവാൻ പറഞ്ഞപ്പോൾ ഒറ്റടിക്ക് മോള് പറയാണ് ഇക്കാട് ചോദിക്കട്ടെ. എങ്ങനെ അത്രയും നാള് നോക്കി വളർത്തിയിട്ട് ഒറ്റ ദിവസം മൂപ്പരം കൂടെ കിടന്നു ഏതോ ബ്രോക്കറെ കൂടി